വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന തലക്കെട്ട് അല്പത്തിൽ വിശ്വസ്തനാകാം. ഈ തലക്കെട്ടിനായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ 6:8. അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കർത്താവ് ശിഷ്യന്മാരോട് വചനം കേൾക്കുവാൻ വേണ്ടി വന്ന ജനങ്ങൾക്ക് വേണ്ടി ആഹാരം ചോദിക്കുന്നതും അവിടെ നിന്നൊരു ബാലകന്റെ കൈവശമുള്ള അപ്പത്തെ പിന്നീട് അനുഗ്രഹിച്ചു വാഴ്ത്തി അനേകർക്ക് അത് ആശ്വാസമാകുന്നതുമാണ്. ഒരു ചെറു ബാലകന്റെ ഒരു നേരത്തെ സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ചെറിയ യാഗം അത് അനേകർക്ക് ആശ്വാസമായി മാറി. ആ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ കർത്താവ് എത്ര പേർക്ക് നന്മയാക്കി അത് മാറ്റി. ഈ ഒരു ചെറിയ കാര്യങ്ങളിലൂടെ ഞാൻ ഇന്നിവിടെ ഓർപ്പിക്കുവാനായി ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രായം കർത്താവിന് ഒരു പരിമിതിയല്ല. നമ്മൾ ചെറുതവരെന്നോ വലിയവരെന്നോ കർത്താവ് നോക്കുന്നില്ല. നമ്മളിലുള്ള പലരും നോക്കുന്നത്, എനിക്ക് വലിയ ജോലി കിട്ടിയിട്ട് ഞാൻ വലിയതായിട്ട് കർത്താവിനെ സേവിക്കാം. എന്നാൽ ബൈബിൾ നോക്കുമ്പോൾ കുഞ്ഞു ആൾക്കാരെയും, അതായത് ചെറിയ ബാലകരെ കർത്താവിന്റെ വേലയ്ക്കായി ഉപയോഗിക്കുന്നതായി കാണാം. വലിയ മുതിർന്നവരെയും കർത്താവ് ഉപയോഗിക്കുന്നതായി കാണാം. നിങ്ങൾ ചെറിയവരോ വലിയവരോ എന്ന് കർത്താവ് നോക്കുന്നില്ല. കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങൾ വിശ്വസ്തരെങ്കിൽ കർത്താവ് ഉപയോഗിക്കും. യോഗ്യത ദൈവത്തിന് ഒരു പരിമിതിയല്ല. ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരെയും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും കർത്താവിന് ഒരുപോലെ ആവശ്യമാണ്. കർത്താവിന്റെ വേലയ്ക്ക് കർത്താവിന് ആവശ്യം ഒരുക്കമുള്ളൊരു ഹൃദയമുണ്ടോ എന്നാണ് നോക്കുന്നത്. നിറമോ സൗന്ദര്യമോ കർത്താവിന്റെ മാനദണ്ഡങ്ങളിലില്ല. കർത്താവ് ലോകം തള്ളപ്പെട്ടവരെ കർത്താവ് ചേർത്ത് നിർത്തുന്നതായി പലയിടത്തായി നമുക്ക് വേദഭാഗങ്ങളിൽ കാണാം. അപ്പോൾ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ നിറമോ കർത്താവിന്റെ മാൻഡേറ്ററി അല്ലെങ്കിൽ കർത്താവ് ഇതിനെ ഒരു കണ്ടീഷനായി വെക്കുന്നതേ ഇല്ല. സാമൂഹിക പശ്ചാത്തലം കർത്താവിന്റെ വേലയ്ക്ക് ഒരു പരിമിതിയല്ല. നമ്മൾ വിശ്വാസത്തോടെ ഇറങ്ങുന്നുവെങ്കിൽ നമ്മൾക്ക് ഒത്തിരി പണമുണ്ടെന്നോ, നമുക്ക് കാറുണ്ടോ, നമുക്ക് നല്ല ജോലിയുണ്ടോ, നമുക്ക് സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുവാൻ എല്ലാം ഉണ്ടോ, ഇതൊന്നും കർത്താവ് നോക്കുന്നില്ല. നമ്മളുടെ ഹൃദയത്തിന്റെ ഒരുക്കമുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അല്പത്തിൽ നിന്ന് തുടങ്ങുവാൻ തയ്യാറാണ്. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്, നമ്മുടെ മനസ്സിനെയാണ്. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. സമയം ദൈവത്തിന് ഒരു മാനദണ്ഡമല്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരോടോ 1 സെക്കൻഡ് സുവിശേഷം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ 1 സെക്കൻഡ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാവാം, അല്ലെങ്കിൽ 1 മണിക്കൂർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. 1 സെക്കൻഡിനും 1 മണിക്കൂറിലും കർത്താവിന് ഒരുപോലെ അനുഗ്രഹിക്കാൻ പറ്റും. നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് സമയം ഒരു പരിമിതിയല്ല. അല്പത്തിലും അധികം ചെയ്യുവാൻ കർത്താവിന് സാധിക്കുമെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. എത്രത്തോളം എന്നോ എത്ര അധികമെന്നോ കർത്താവിന് മാനദണ്ഡമില്ല. നമ്മൾക്ക് നന്നായി അറിയാം, ഗിദെയോനെ കൊണ്ട് 300 പേരിനെ കൊണ്ട് ഒരു പട നയിച്ച കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. കർത്താവിന് അധികം എന്ന ആവശ്യമില്ല. ഈ കഥയിൽ തന്നെ 5 യവത്തപ്പവും 2 മീനുമാണ് 5000 പേർക്ക് ഭക്ഷണമായി തീരുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് കർത്താവ് നോക്കുന്നില്ല. കർത്താവിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മൾ ഒരുക്കമുള്ളവരാണോ, ആ പൂർണ്ണ ഹൃദയത്തോടാണോ നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ വിധവ 3 വെള്ളിക്കാശ് കൊണ്ടിടുമ്പോൾ അതിനെ മഹത്വീകരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഇടുന്നു എന്നുള്ളതല്ല, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്നോ എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു വേദഭാഗം നോക്കാം. മത്തായി 17:21 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കടുകുമണിയോളമുള്ള ചെറിയ വിശ്വാസം അത് കർത്താവിന് വലിയവയാണ്. അത് നമ്മൾക്ക് തുടങ്ങുവാൻ ഉള്ള ഒരു കൃപ കർത്താവ് തരാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുക്കമാണ്, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായും ദൈവം നിങ്ങളെയൊക്കെയും യൂസ് ചെയ്യും. ദൈവനാമത്തിൽ ഞാൻ ഇന്ന് ഓർപ്പിക്കുന്നത് ആ ഒരു ചെറിയ കാര്യങ്ങളാണ്. ചെറിയ പ്രാർത്ഥനകൾ, കർത്താവിനോട് കൂടിയുള്ള വചനത്തെയാണ്, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മൾ ചെയ്യുന്ന ഉപവാസങ്ങൾ, കൂടെ പഠിക്കുന്നവർക്ക് വേണ്ടി, ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഈ കഠിന യാതനകളിൽ കൂടെ പോകുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെയും കർത്താവ് നമ്മളത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നുവെങ്കിൽ
പൂർണ്ണ മനസ്സോടെ നമ്മൾ അത് ചെയ്യുന്നുവെങ്കിൽ കർത്താവ് പിന്നീട് അത് അനുഗ്രഹിച്ച് അതിന് വിശാലത കൽപ്പിക്കും. വിശാലത എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകപരമായിട്ട് നോക്കുമ്പോൾ പണപ്പെരുപ്പമോ അല്ലെങ്കിൽ അനുഗ്രഹമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ മാത്രമല്ല. നമ്മൾ വചനം പഠിക്കുമ്പോൾ കർത്താവിന്റെ നോട്ടത്തിൽ കർത്താവ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ആത്മീയ അനുഗ്രഹങ്ങളെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ അധികം കൃപ ദൈവം നാളെ തരും. ഇന്ന് നമുക്ക് ഉണ്ടാകുന്നതിനേക്കാൾ അധികം ആത്മീയ അനുഗ്രഹങ്ങൾ നാളെ ദൈവം നമ്മൾക്ക് തരുവാൻ മതിയായവനാണ്. ലൂക്കോസ് 16:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. അപ്പൊ വിശ്വാസത്തോടെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ കർത്താവ് അധിക കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മളെ ഉപയോഗിക്കും. പക്ഷെ ആ അധികം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ അല്ല നമ്മൾക്കിപ്പോൾ ആവശ്യം. ശത്രു നമ്മുടെ ചുറ്റും മുഴുവലത്തോടെ അവന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് അല്പം പൂർണ്ണ വിശ്വാസത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ദൈവം അവയെ അനുഗ്രഹിക്കും. ഇന്ന് പലരും വളരെ നിരാശയോടെ കാണുന്ന കാര്യങ്ങളാണ് ലഹരി, അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള വാർത്തകൾ. നമുക്ക് നിരാശരാകാതെ വചനത്തിൽ ഇന്ന് അടിസ്ഥാനമായി നമ്മളെ കൊണ്ടാകാവുന്ന ചെറിയ കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാം. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ഈ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് അല്പനേരം കരയാം. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാം. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടു കൂടെ നമ്മുടെ ആ വിശ്വാസത്തെ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ അയൽപക്കക്കാർക്ക് വേണ്ടി, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങാം. ഈ ചെറിയ പ്രവർത്തികളെ ദൈവം ഒരിക്കലും ചെറുതായി കാണുന്നില്ല. കർത്താവ് അത് അനുഗ്രഹിച്ച് വലിയവയാകും. ആ കടുകും മണിയോളമുള്ള വിശ്വാസം മലയെ നീക്കാൻ വേണ്ടി യോഗ്യതയുള്ളതായതുപോലെ നമ്മുടെ കടുകുമണിയോളമുള്ള വിശ്വാസം ദൈവം അനുഗ്രഹിക്കും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം.